നെയ്യാറ്റിൻകരയിൽ 2 വയസ്സുകാരി ദേവേന്ദുവിനെ ജീവനോടെ കിണറ്റിലെറിഞ്ഞു കൊന്ന സംഭവത്തിൽ അമ്മാവൻ ഹരികുമാറിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. മുങ്ങിമരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ. കൊലയ്ക്ക് പിന്നിൽ ഹരികുമാറിന്റെ താൽപര്യം നടക്കാത്തതിലുള്ള തൃപ്തിയെന്ന് പോലീസിന്റെ നിഗമനം. അമ്മ ശ്രീധുവിന് കൃത്യത്തിൽ പങ്കുണ്ടോ എന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത വേണമെന്ന് നെയ്യാറ്റിൻകര ഡിവൈഎസ്പി അറിയിച്ചു. കൂടുതൽ തെളിവുകൾ ശേഖരിച്ച് അന്വേഷണം അമ്മയിലേക്കും നീക്കാൻ ഒരുങ്ങുകയാണ് പോലീസ്. നെയ്യാറ്റിൻകരയിൽ 2 വയസ്സുകാരിയെ കാണാനില്ല എന്ന വാർത്ത കേട്ടാണ് നാടുണർന്നത്. അച്ഛനും അമ്മയ്ക്കും സഹോദരിക്കുമൊപ്പം രാത്രിയിൽ ഉറങ്ങിയിരുന്ന ദേവേന്ദുവിനെ തേടി നാട്ടുകാരും പോലീസും അന്വേഷണം തുടങ്ങി. തുടർന്ന് രാവിലെയോടെ വീടിനോട് ചേർന്നുള്ള കിണറ്റിൽ നിന്നും മൃതദേഹം പോലീസ് കണ്ടെടുത്തു. കുഞ്ഞിന്റെ മരണം കൊലപാതകമാണെന്ന് സംശയിച്ച പോലീസ് 2 വയസ്സുകാരിയുടെ അച്ഛൻ ശ്രീജിത്ത്, അമ്മ ശ്രീധു, അമ്മൂമ്മ ശ്രീകല, അമ്മാവൻ ഹരികുമാർ എന്നിവരെ കസ്റ്റഡിയിലെടുത്തു ചോദ്യം ചെയ്തു. എല്ലാവരുടെയും മൊഴിയിൽ വൈരുദ്ധ്യം. ചോദ്യം ചെയ്യലിന്റെ തുടക്കത്തിൽ പോലീസിനോട് തട്ടിക്കയറിയ ഹരികുമാർ ഒടുവിൽ കുറ്റസമ്മതം നടത്തി. കുഞ്ഞിനെ ജീവനോടെ കിണറ്റിലെറിഞ്ഞു കൊന്നത് താനാണെന്ന് സമ്മതിച്ചു. കുഞ്ഞിന്റെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം അമ്മാവൻ ഹരികുമാറിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. അന്വേഷണങ്ങൾ തുടർന്ന് ബാക്കി ആർക്കെങ്കിലും എന്തെങ്കിലും റോളുണ്ടെങ്കിൽ അത് അന്വേഷണത്തിൽ വെളിവാകുന്ന മുറയ്ക്ക് ബാക്കി നടപടികൾ സ്വീകരിക്കുന്നതാണ്. സാർ, എന്തിനാണ് ചെയ്തതെന്നുള്ളത് വ്യക്തമായിട്ടുണ്ടോ? അല്ല, അതിപ്പം ഏകദേശം വ്യക്തമായിട്ടുള്ളതാണ്. അത് കുറച്ച് അന്വേഷണങ്ങളോട് അതുമായി ബന്ധപ്പെട്ട് നടത്താനുണ്ട്. അതിനുശേഷം അറിയിക്കാം. അല്ല, അത് നമ്മളിപ്പോൾ ഒന്നും പറയാൻ പറ്റത്തില്ല. അതിൻ്റെ അന്വേഷണങ്ങൾ തുടരുകയാണ്. അതേസമയം അമ്മ ശ്രീധുവിന് കൊലപാതകത്തിൽ പങ്കുണ്ടോ എന്ന കാര്യത്തിൽ കൂടുതൽ അന്വേഷണം വേണമെന്ന് പോലീസ് പറഞ്ഞു. കുഞ്ഞിന്റെ അമ്മാവൻ ഹരികുമാറിന്റെയും അമ്മ ശ്രീധുവിന്റെയും വാട്സപ്പ് ചാറ്റുകളടക്കം പോലീസ് പരിശോധിച്ചു. ഇനി അറിയേണ്ടത് അമ്മയ്ക്കോ മറ്റാർക്കെങ്കിലുമോ കൊലപാതകത്തിൽ പങ്കുണ്ടോ എന്നാണ്. മറ്റൊന്ന്, എന്തിനുവേണ്ടിയായിരുന്നു ഈ കൊടും ക്രൂരതയെന്നും. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.